നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. KPCC പ്രസിഡന്റായി സണ്ണി ജോസഫ് MLA നാളെ ചുമതലയേൽക്കും. പൂങ്കുന്നം മുരളി മന്ദിരത്തിലെ ലീഡർ K. കരുണാകരന്റെ സ്മൃതികുടീരത്തിൽ നിയുക്ത KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് പുഷ്പാർച്ചന നടത്തി. അരണാട്ടുകരയിൽ 5 കിലോ കഞ്ചാവുമായി ഇതര സംസ്ഥാന തൊഴിലാളി എക്സൈസിന്റെ പിടിയിലായി. ഒറീസ സ്വദേശി രാജേഷാണ് പിടിയിലായത്. പാവറട്ടി സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രത്തിലെ തിരുനാളിനെ വൻ ഭക്തജന തിരക്ക്. തിരുനാൾ ദിവ്യബലിക്ക് ഫാദർ പോൾ തേക്കാനത്ത് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. താലപ്പൊലി നിറവിൽ തിരുവില്ലാമല പറക്കോട്ടുകാവ് കൂട്ടിയെഴുന്നള്ളിപ്പ് മേളത്തിന് കല്ലൂർ ഉണ്ണികൃഷ്ണൻ മാരാർ പ്രാമാണിയായി. കിഴക്കുമുടി ദേശത്തിന്റെ ആനച്ചമയ പ്രദർശനവേദി മന്ത്രി MP രാജേഷും MP K. രാധാകൃഷ്ണനും സന്ദർശിച്ചു. കിഴക്കുമുടി ദേശം മുൻ പ്രസിഡന്റ് P. നാരായണൻകുട്ടി, കിഴക്കുമുടി ദേശം കമ്മിറ്റി പ്രസിഡന്റ് S. രാമചന്ദ്രൻ തുടങ്ങിയവർ ചേർന്ന് മന്ത്രിയെയും MPയെയും സ്വീകരിച്ചു. തിരുവില്ലാമല കിഴക്കുമുടി ദേശം ആനച്ചമയ പ്രദർശനം സന്ദർശിക്കാൻ വിദേശികളെത്തി. ചെക്ക് റിപ്പബ്ലിക് രാജ്യത്തിൽ നിന്നുള്ള 7 അംഗ സംഘമാണ് ആനച്ചമയ പ്രദർശനം സന്ദർശിച്ചത്. പുതുക്കാട് ബാറിലെ തർക്കത്തെ തുടർന്ന് യുവാവിനെ തട്ടിക്കൊണ്ടുപോയി തടവിൽ പാർപ്പിക്കുകയും കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്ത കേസിൽ 2 പേർ അറസ്റ്റിൽ. ചെങ്ങാലൂർ കല്ലൂപ്പാലം കൊടകരക്കാരൻ അഖിൽ, വെണ്ടൂർ കിഴക്കുംപാടൻ അനീഷ് എന്നിവരെയാണ് പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. തൃശൂർ പാറമേക്കാവ് കലാക്ഷേത്രത്തിന്റെ സിൽവർ ജൂബിലി ആഘോഷവും വീരശൃംഖല സമർപ്പണവും വിപുലമായ പരിപാടികളോടെ സംഘടിപ്പിക്കും. ഇതു സംബന്ധിച്ച് പാറമേക്കാവ് ക്ഷേത്രം അഗ്രശാലയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. കൂടൽമാണിക്യം ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായി 3ാം ഉത്സവം ആഘോഷിച്ചു. എഴുന്നള്ളിപ്പിൽ കൊമ്പൻ പാറന്നൂർ നന്ദൻ മരതക കുടച്ചൂടി സംഗമേശ്വരന്റെ തിടമ്പേറ്റി. CPI മതിലകം കൂളിമുട്ടം ലോക്കൽ സമ്മേളനത്തിന്റെ ഭാഗമായി പ്രകടനവും പൊതുസമ്മേളനവും നടത്തി. പൊതുസമ്മേളനം CPI സംസ്ഥാന കൌൺസിൽ അംഗം VF സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. കൊടകര ബ്ലോക്ക് സർവീസ് പെൻഷനേഴ്സ് ലൈബ്രറിയുടെ നേതൃത്വത്തിൽ MT വാസുദേവൻ നായരുടെയും P. ജയചന്ദ്രന്റെയും അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചു. KSSPU ജില്ലാ സെക്രട്ടറി K. ചന്ദ്രമോഹനൻ ഉദ്ഘാടനം ചെയ്തു. വേനൽ ചൂടിൽ നിന്നും കേരളത്തെ തണുപ്പിക്കാൻ മൺസൂൺ എത്തുന്നു. ഈ മാസം 27ഓടെ മൺസൂൺ ആരംഭിക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. തിരുവില്ലാമല പഞ്ചായത്ത് സംസ്ഥാന ടൂറിസം വകുപ്പിന്റെ സഹായത്തോടെ നിർമ്മിച്ച വഴിയോര വിശ്രമ കേന്ദ്രത്തിന്റെ കെട്ടിടം മന്ത്രി MP രാജേഷ് ഉദ്ഘാടനം ചെയ്തു. UR പ്രദീപ് MLA അധ്യക്ഷത വഹിച്ചു. നാടിപ്പാറ പിറവി കലാ സാംസ്കാരിക വേദി വായനശാലയിലെ ബാലവേദിയുടെ ആഭിമുഖ്യത്തിൽ വർണ്ണക്കൂടാരം വേനലവധി ക്യാമ്പ് സംഘടിപ്പിച്ചു. പഞ്ചായത്ത് അംഗം NP അഭിലാഷ് ഉദ്ഘാടനം ചെയ്തു. PP കുമാരൻ മെമ്മോറിയൽ കൊടകര സൂപ്പർ ലീഗ് ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. കൊടകര ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ സ്റ്റേഡിയത്തിൽ നടന്ന ടൂർണമെന്റ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KG രജീഷ് ഉദ്ഘാടനം ചെയ്തു. മാള പൂപ്പത്തി മടത്തിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ പൊങ്കാല ഉത്സവം ആഘോഷിച്ചു. ഭജന, പൊങ്കാല ദീപം തെളിയിക്കൽ, നിവേദ്യം, ലഘുഭക്ഷണം എന്നിവ നടന്നു. കേന്ദ്ര ഗവൺമെന്റിന്റെ തൊഴിലാളി വിരുദ്ധ നടപടികൾക്കെതിരെ ഈ മാസം 20-ന് നടക്കുന്ന പണിമുടക്കിനോടനുബന്ധിച്ച് ഗ്യാസ് ആൻഡ് പെട്രോൾ പമ്പ് വർക്കേഴ്സ് യൂണിയൻ ജില്ലാ കൺവെൻഷൻ നടത്തി. അഴീക്കോടൻ സ്മാരക മന്ദിരത്തിൽ നടന്ന കൺവെൻഷൻ യൂണിയൻ പ്രസിഡന്റ് NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു. മച്ചാട് ആർട്ട് ഓഫ് ലിവിംഗ് സെന്ററിന്റെ നേതൃത്വത്തിൽ ഷഡ്ദിന ജ്ഞാനപാന യജ്ഞം തെക്കുംകര തിരുവോണം നഗറിൽ തുടക്കമായി. ആർട്ട് ഓഫ് ലിവിംഗ് അധ്യാപകനും യുവാചാര്യനുമായ ബാബു മച്ചാട് യജ്ഞത്തിന് നേതൃത്വം നൽകി. യജ്ഞം വ്യാഴാഴ്ച സമാപിക്കും. ചന്ദ്രാപിന്നി കണ്ണംപുള്ളിപ്പുറം വായനശാല പരിസരം ഇനി CCTV നിരീക്ഷണത്തിൽ. വാർഡ് മെമ്പർ ഹേന രമേശിന്റെ നേതൃത്വത്തിൽ വിവിധ കൂട്ടായ്മകളുടെ സഹകരണത്തോടെയാണ് CCTV ക്യാമറകൾ സ്ഥാപിച്ചത്. കലാമണ്ഡലം ചെറുതുരുത്തി നിള ക്യാമ്പസിൽ അരങ്ങ് കഥകളി അവതരണം നടന്നു. കലാമണ്ഡലം മുൻ കഥകളി അധ്യാപകൻ കലാമണ്ഡലം ജോൺ ഉദ്ഘാടനം ചെയ്തു. നവോത്ഥാനം പ്രവാചക മാതൃക എന്ന പ്രമേയത്തിൽ KNM കൊടുങ്ങല്ലൂർ മണ്ഡലം കമ്മിറ്റി മുജാഹിദ് സമ്മേളനം നടത്തി. EK ഇബ്രാഹിംകുട്ടി മൗലവി ഉദ്ഘാടനം ചെയ്തു.
ചെട്ടിക്കാട് വിശുദ്ധ അന്തോണീസിന്റെ തീർത്ഥാടന കേന്ദ്രത്തിലെ ഊട്ടുതിരുനാളിനോടനുബന്ധിച്ച് പ്രസുതേന്തി വാഴ്ച നടന്നു. ദിവ്യബലിക്ക് കണ്ണൂർ രൂപത സഹായമെത്രാൻ ഡെന്നിസ് കുറുപ്പശ്ശേരി മുഖ്യ കാർമ്മികനായി. ഓൾ കേരള മാർബിൾസ് ആൻഡ് ടൈൽസ് വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം തൃശൂരിൽ നടന്നു. സമ്മേളനം HMS ദേശീയ വർക്കിംഗ് കമ്മിറ്റി അംഗം CP ജോൺ ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ സ്റ്റാഫ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ദ്വിദിന സംസ്ഥാന പഠന ക്യാമ്പും യാത്രയയപ്പ് സമ്മേളനവും സംഘടിപ്പിച്ചു. മുതുവട്ടൂർ ശിക്ഷക് സദനിൽ CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്തു. SNDP യോഗം പൂപ്പത്തി ശാഖയിൽ ബോധവൽക്കരണ ക്ലാസും പഠനോപകരണ വിതരണവും നടന്നു. ശാഖാ പ്രസിഡന്റ് MK കൃഷ്ണദാസ് അധ്യക്ഷനായി. ചന്ദ്രാപിന്നി കൂട്ടാലപ്പറമ്പ് ശ്രീ ഭുവനേശ്വരി ദേവി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന മഹോത്സവം ആഘോഷിച്ചു. ക്ഷേത്രം തന്ത്രി ചെമ്മാലിൽ രമേശ്, ക്ഷേത്രം ശാന്തി സുജിത് എന്നിവർ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. തൃശൂർ ശങ്കരംകുളങ്ങര കൊട്ടിലിൽ ലൈൻസ് റെസിഡൻസ് അസോസിയേഷൻ പ്രദേശത്ത് സാമൂഹ്യ വിരുദ്ധർ ശുചിമുറി മാലിന്യം തള്ളി. അസോസിയേഷൻ ഭാരവാഹികൾ തൃശൂർ കോർപ്പറേഷനിലും പോലീസിലും പരാതി നൽകി. മേലൂർ ക്ഷീരോത്പാദക സഹകരണ സംഘത്തിൽ സ്ഥാപിച്ച ക്യാൻ ടിപ്പിംഗ് എക്യുപ്മെന്റ് സിസ്റ്റം മിൽമ ചെയർമാൻ CN വത്സൻ പിള്ള ഉദ്ഘാടനം ചെയ്തു. സംഘത്തിനു വേണ്ടി യന്ത്രം നിർമ്മിച്ച മേലൂരിലെ ഫ്രാൻസിസ് ജോൺ തെക്കിനെ മിൽമ ചെയർമാൻ ആദരിച്ചു. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.